ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തയ്ക്ക വച്ച് ഒരു രുചികരമായ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഏത്തയ്ക്കയുടെ ഹാഫ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏത്തയ്ക്ക പഴം എടുത്തിട്ട് രണ്ട് സൈഡായിട്ട് മുറിക്കണം. ഞാൻ മുറിച്ചത് കണ്ടോ, അതേപോലെ മുറിക്കണം. എന്നിട്ട് അടുത്ത സൈഡ് രണ്ട് സൈഡായിട്ട് മുറിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ രണ്ട് സൈഡായിട്ട് മുറിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ രണ്ട് സൈഡായിട്ട് മുറിക്കും. ഈ മുറിച്ച പഴം ഇനി കുനുകുനാന്ന് ഞാൻ ഏത്തയ്ക്കപ്പഴം അരിയും. ഞാൻ ഹാഫ് എടുത്തുകൊണ്ട് കൂടുതലും കൂടി എളുപ്പമായിരിക്കും മുറിക്കാൻ. നിങ്ങൾ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ അരിയും. ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് ഉണ്ടാക്കാനുള്ളതല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് കണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞും കുനുകുനാന്ന് അരിയും. ഇതിപ്പോൾ ഞാൻ അത്ര ചെറുതായിട്ട് അരിഞ്ഞില്ല. ഇനി അടുത്ത് നമ്മൾ ചിരകി വെച്ച തേങ്ങ എടുക്കുക. ഞാൻ അത്ര കുറേ സാധനമൊന്നുമില്ല, നമ്മളെ കയ്യിൽ പറ്റുന്ന ചെറിയ ഒരു തുക വെച്ച് നമുക്ക് ഈ ഏത്തയ്ക്കപ്പഴം വച്ചുള്ള റെസിപ്പി ഉണ്ടാക്കാം. ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ എണ്ണ എടുത്ത്, നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണോ ഉള്ളത് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓയിലാണെങ്കിൽ ഉള്ളത് പാം ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ഓയിലാണ് എടുത്തത്. അത് തിളച്ച് വരുമ്പം നമ്മളെ കയ്യിലിരിക്കുന്ന ചിരകിയ തേങ്ങ അതിൽ ഇട്ടിട്ട് വഴറ്റുക. ബ്രൗൺ കളർ വരുമ്പം അതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച് ഏത്തയ്ക്കപ്പഴം ഇടുക. ഇതിപ്പം ഞാൻ നല്ലവണ്ണം വഴറ്റിയാണ്. തീ കുറച്ച് ഇടാവൂ, ചിലപ്പം നമ്മൾ ഏത്തപ്പഴം ഇടുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് കാണും. അതുകൊണ്ട് തീ കുറച്ചേ ഇടാവൂ. ബ്രൗൺ കളർ ചെറുതായിട്ട് വരുന്നുണ്ട്, കണ്ടോ, ശ്രദ്ധിച്ച് നോക്കൂ. എണ്ണ ഇവിടെ കുറച്ചെടുത്താൽ മതി, കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഇത് വഴറ്റി ബ്രൗൺ കളർ പോലെ ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തയ്ക്ക പഴം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയും നിങ്ങൾ ഇടുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചല്ലേ അരിഞ്ഞുള്ളൂ, അതിപ്പം ഞാൻ കുറച്ചിടുന്നു. അതിട്ടിട്ട് അത് ഞാൻ ഒരു സ്പൂണ് വെച്ച് വഴറ്റുക. ഞാൻ അതിലിട്ട് കണ്ടോ വഴറ്റുന്നത്. അത് നല്ല ഡാർക്ക് ഓറഞ്ച് അല്ല, ഡാർക്ക് യെല്ലോ കളർ വരുമ്പം അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇപ്പം ഞാൻ ഡാർക്ക് വന്നിട്ടില്ല, ഇപ്പം ഇട്ടതല്ലേ ഉള്ളൂ. അത് വയറ്റ് ചെയ്യും നമ്മൾ. അങ്ങനെ നല്ലതുപോലെ വഴറ്റിയതും ഞാൻ ഒരു പാത്രത്തിലാക്കി. എന്നിട്ട് ആ ചട്ടിയിൽ പഞ്ചസാര പാനി ഉണ്ടാക്കണം. പഞ്ചസാര ഒരു കറുത്ത, അത്ര കറുപ്പല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പം പഞ്ചസാര ഉരുക്കിയ പാനി മാറ്റണം. അപ്പോൾ അത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്.
പഞ്ചസാര ഉരുകി ബ്രൗൺ ഷെയ്ഡ് പോലെയൊക്കെ വരുമ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഏത്തയ്ക്ക വെച്ചുള്ളത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക പഴം വെച്ചുള്ള പോഷകാഹാരം റെഡി.